ത്തിലേക്കാണ് വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് താമരശ്ശേരി ബിഷപ്പ്. സംരക്ഷണം നൽകാൻ കഴിയില്ല എങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാലിയിൽ പറഞ്ഞത്. ദീപിക പത്രത്തിൽ നൽകിയ പ്രതികരണത്തിലാണ് ഈ രൂക്ഷമായ വിമർശനം. CK വിജയൻ വിവരങ്ങളുമായിട്ട്. വിജയൻ, ഇത് അദ്ദേഹത്തിന് മാത്രം വിമർശനമായി കരുതാൻ കഴിയില്ല. മലയോര മേഖലയിൽ ആകെ വലിയ പ്രതിഷേധമുണ്ട്. കാരണം അവരുടെ ജീവനും സ്വത്തുമല്ലേ ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ദിവിഷ, അദ്ദേഹം പറയുന്നതിനോട് വൈകാരികമായോ ഒരുപക്ഷെ വസ്തുതാപരമായോ ഒരു പിന്തുണ തോന്നുന്നവരായിരിക്കും കേരളത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഈ വനാതിർത്തികളിൽ ജീവിക്കുന്ന ആൾക്കാർ. കാരണം ഇത് എത്രാമത്തെ തവണയാണ് അല്ലെങ്കിൽ എത്രാമത്തെ സംഭവമാണ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ ഒരു നടപടിയുമില്ല. ഇത്തരത്തിലൊരു ആൾക്കൂട്ടത്തിലേക്കോ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലേക്കോ യാത്ര ചെയ്യാനോ പോകാനോ ഉള്ള ധൈര്യം പോലും ഇല്ലാത്തൊരു മന്ത്രിയാണ് ഇപ്പോൾ നമുക്കുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. കാരണം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക പദ്ധതി ഉണ്ടാക്കാനോ അത് നടപ്പാക്കാനോ ഉള്ള കഴിവോ ശേഷിയോ പ്രാപ്തിയോ ഒന്നും തന്നെ വനം വകുപ്പ് ഇതുവരെ കാണിച്ചിട്ടുമില്ല എന്നതാണ് വിമർശനത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ നാട്ടിലിറങ്ങുകയും മനുഷ്യനെ ആക്രമിക്കുകയും മനുഷ്യൻ്റെ കൃഷിയിടങ്ങളും കൃഷിഭൂമിയും എല്ലാം തന്നെ കാർഷിക വിളകളും എല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം കർഷകർക്ക് നൽകണം എന്നതാണ്. ഈ ആവശ്യം വളരെ നേരത്തെ മുതൽ തന്നെ ഈ മലയോര മേഖലയിലുള്ള ആൾക്കാരിൽ നിന്നും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നിയന്ത്രണത്തിലുള്ള സഭയിൽ നിന്നും സഭയെ പിന്തുണയ്ക്കുകയും മറ്റും ചെയ്യുന്ന സംഘടനകളിൽ നിന്നെല്ലാം തന്നെ ഉയർന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഇത്തരം കടുപ്പിച്ച ഭാഷയിൽ, അതായത് ഈ രീതിയിൽ സർക്കാർ കഴിവില്ലെങ്കിൽ, ഇത് നടത്താൻ കഴിയില്ലെങ്കിൽ രാജിവെച്ചൊഴിഞ്ഞു പോകണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലെ കൂരാച്ചുണ്ടിൽ കക്കയത്തുണ്ടായിരിക്കുന്ന എബ്രഹാമിൻ്റെ മരണമാണ്. അതായത് കാട്ടുപോത്തിൻ്റെ കുത്തേറ്റ് എബ്രഹാം മരിക്കാനിടയ സാഹചര്യത്തിൽ കൂടിയാണ് ഫാദർ ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യം. ശരിയാണ്. എന്തായാലും വലിയ പ്രതിഷേധമുണ്ട്. അത് തന്നെയാണ് ബിഷപ്പിന്റെ വാക്കുകളിലും പ്രകടമായിരിക്കുന്നത്.